ഇടശ്ശേരിയുടെ ഒരു കവിതയുടെ ഭാഗമാണ് ഇത്. ഏതിരുൾക്കുഴിമേൽ ഉരുളട്ടെ വിടില്ല ഞാനീ രശ്മികളെ എന്നാണ്. അത് എൻ്റെ വാപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി എടശ്ശേരിയായിരുന്നു. ഒരിക്കലും എന്നെ അറിയുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞത് ഞാൻ ഓർക്കും. ഷീബ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഷീബ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലചുറ്റി വീണു എന്നാണ് അവൾ പറഞ്ഞത്. റസൂൽ പൂക്കുട്ടി എനിക്ക് വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോട് കമ്പാഷൻ ഒരു ഉദാഹരണം ആരാണെന്ന് ചോദിച്ചാൽ, ഏതോ ഒരു സമയത്ത് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്, റസൂൽ പൂക്കുട്ടി ഞാൻ അങ്ങനത്തെ ഒരാളോട് ഏതോ ഒരു കേസ്, ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടി ഷീബയെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോട് അത്രയും അടുപ്പമുള്ള ഒരാളാണ് റസൂൽ. അങ്ങനെ റസൂൽ പൂക്കുട്ടി ഉണ്ട്. ഹലോ റേഡിയോ 90.8, ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് നമ്മുടെ ജീവിതം എന്നുള്ള കാര്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന, സ്വജീവിതം കൊണ്ട് മാതൃക സൃഷ്ടിക്കുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്, ഷിബ അമീർ. ഹലോ, നമസ്കാരം. നമസ്കാരം. നമുക്ക് ഈ ഒരു പേര് മതി, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത്രമാത്രം നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കാര്യം മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷിബ അമീർ. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇന്ന് നമുക്ക് കാണാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ സ്വാഗതം. ഇപ്പൊ പുതിയൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊലേസിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകമെമ്പാടും അതിന്റെ ഭാഗമായിട്ടുള്ള യാത്രകൾ ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ അതിനു മുൻപ് നമുക്ക് ഏറ്റവും പുതിയൊരു വിശേഷമുണ്ട്. നമ്മുടെ ജീവചരിത്രം, ഒരു പുസ്തകം ഇറങ്ങുകയാണ് അല്ലേ? അതെ അതെ. വിടില്ല ഞാൻ ഈ രശ്മികളെ എന്നുള്ള പേരിലാണ് ഷീബ അമീറിന്റെ ജീവിതം പ്രേക്ഷകർക്ക് പുസ്തക രൂപത്തിൽ എത്തുകയാണ്. രാമാനുജൻ സാറാണ് ഈ ഒരു ബയോഗ്രഫി എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ പുസ്തകത്തിന്റെ പ്രകാശനം വരുന്നത് നവംബർ 7-ാം തീയതിയാണ്. ആ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അല്ലേ, വിശേഷങ്ങൾ? എന്തുകൊണ്ടാണ് ഒരു പുസ്തകം എഴുതാം? നമുക്കറിയാം, ഈ ജീവിതത്തിലെ കുറേ സന്ദർഭങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മാം തന്നെ അതിനെക്കുറിച്ചൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പുസ്തക രൂപത്തിൽ ഒരു വായനക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു ബയോഗ്രഫിയെ കുറിച്ചിട്ടൊന്നും ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. അതായത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതം എന്തോ ആണ്, അത് കുറേ ആളുകൾ വായിച്ച് അറിയണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ ആലോചിക്കുക. സത്യത്തിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഞാനൊരു നല്ല മനുഷ്യനായി ജീവിച്ചു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 19 വർഷമായിട്ട് തളരാതെ ചെയ്യുന്നു എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. കുറേ 10-40,000 മനുഷ്യർ അതുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കുന്നു എന്ന ബോധ്യമുണ്ട്. അതൊക്കെ ഇരിക്കെ തന്നെ എൻ്റെ ജീവിതം മറ്റുള്ളവർ വായിക്കണം എന്നൊക്കെ വിചാരിച്ച് എൻ്റെ ഒരു ബയോഗ്രഫി ഇറങ്ങേണ്ടതെന്നൊന്നും ഞാൻ സങ്കല്പിച്ചിട്ട് പോലുമില്ല. സത്യത്തിൽ എൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായിട്ടുള്ള ഗ്രീൻ ബുക്സിൻ്റെ നരേന്ദ്രനാണ് ഷീബയുടെ ബയോഗ്രഫി ഇറക്കട്ടെ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ ആണോ എന്ന് ഞാനിങ്ങനെ അതിശയത്തിലാണ് ഞാൻ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഗ്രീൻ ബുക്സ് അല്ല കേട്ടോ ബുക്ക് ഇറക്കുന്നത്, ഇപ്പോൾ മനോരമയാണ്. പക്ഷേ ഈ ഒരു ആലോചന തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, നമ്മളിങ്ങനെ ആലോചിച്ചു, അപ്പം ഇങ്ങനെ ആരെ എഴുതണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതങ്ങോട്ട് വർക്കായില്ല. അപ്പോൾ രാമാനുജൻ എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് മാത്രമല്ല, അദ്ദേഹം എൻ്റെ വാപ്പാനെയൊക്കെ തൊട്ടിട്ട് അറിയുന്ന ആളാണ്. അതായത് നമ്മൾ എവിടുന്ന് വരുന്നു, എന്താണ് നമ്മളുടെ ജീവിതം, പാരമ്പര്യമൊക്കെ അറിയുന്ന ഒരാളാണ്. കുറേ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ രാമൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രാമാനുജൻ പറഞ്ഞു, ഷിബ ഇങ്ങനെയാവണം, ജീവചരിത്രം എഴുതുമ്പോൾ ഇങ്ങനെയാവണം. അപ്പം എന്നാൽ രാമൻ എഴുതുമോ എന്ന് ചോദിച്ചപ്പോൾ രാമന് മനോരമയിലേക്കാണെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പോൾ നരേന്ദ്രനെ ഞാൻ പറഞ്ഞല്ലോ, ഗ്രീൻ ബുക്സിൻ്റെ നരേന്ദ്രൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, ഷിബ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് ഗ്രീൻ ബുക്സ് ഇറക്കണമെന്നൊന്നും വാശിയൊന്നുമില്ല. ഷീബയുടെ പുസ്തകം നന്നായി വരണം എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും രാമാനുജൻ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ബയോഗ്രഫി മനോരമയിലേക്കും രാമാനുജനിലേക്കും എത്തുന്നത്. ഈ ഒരു ജീവചരിത്രത്തിന് പിന്നിൽ ഇത്രയും ഒരു സൗഹൃദപരമായിട്ടുള്ളൊരു കഥയുണ്ടല്ലോ, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ. അതെ അതെ.
അല്ലാതെ എനിക്ക് എൻ്റെ ജീവചരിത്രം ആളുകൾ വായിക്കട്ടെ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെയൊന്നും ഞാൻ എന്നെ വലുതായി കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മളുടെ ജീവിതം ഇത്രയും കാലം ജീവിച്ചത് 10-24 കൊല്ലമായിട്ട് ഞാൻ ഈ സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിച്ചൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് കുറേ മനുഷ്യർക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയതായിട്ട് തുടങ്ങിയ സോലസ് ഇന്ന് ഇത്രയും വലുതായിട്ടുണ്ട്. ലോകം മുഴുവൻ അതിനു വേണ്ടി ഒപ്പം നിൽക്കുന്ന മനുഷ്യരുണ്ട്. ആളുകൾക്ക് വായിച്ചാൽ ഇൻസ്പയറിങ് ആവുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് എന്നുള്ള വിചാരമുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയായിരിക്കും. കാരണം പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണോ എന്ന്. പക്ഷേ അത് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പലപ്പോഴും അതൊന്നും നടക്കാറില്ല. എല്ലാവരും എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ ആഗ്രഹം വലുതായിട്ട് പണം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ വല്ല സംസാരത്തിൽ കൂട്ടത്തിലിരുന്ന് ഫ്രണ്ട്സൊക്കെ ആയി സംസാരിക്കുമ്പോൾ പണ്ട് ഈ തോട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വേറൊരു ലെവലാണ്. എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കുറേ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ടാവും. നമ്മളെ മറന്ന് മറ്റുള്ളവരെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ കുറച്ച് ആൾക്കാർക്ക് പറ്റുന്ന കാര്യമാണ്. അപ്പം ഇത്രയും വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ശരിക്കും ദൈവതുല്യമാണ്. എത്രയോ പേരുടെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് മാം ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ ഇങ്ങനെ അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇത്തരം പുസ്തകങ്ങൾക്ക് സാധിക്കും. ജീവചരിത്രം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം മുതലുള്ള കാര്യങ്ങൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് വരുമല്ലോ അതിൽ. അപ്പോൾ മാം ഈ ഒരു പുസ്തകത്തിന്റെ രചന എന്ന് പറയുമ്പോൾ രാമാനുജൻ സാറാണ് എഴുതിയത്. അപ്പോൾ മാം ഇങ്ങനെ കഥകൾ അല്ലെങ്കിൽ കഥയല്ല ജീവിതം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഓൾറെഡി കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്നാലും ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടാണ് രാമൻ എഴുതിയത്. സത്യത്തിൽ ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ ബുക്ക് വരുന്നതിനോട് എനിക്ക് അത്രയ്ക്കും യോജിപ്പുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പറയുന്ന പോലെ എഴുതുന്നതിനോട് എനിക്കൊരു യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ രാമൻ പറഞ്ഞു, ഷീബ പറയുന്ന കാര്യങ്ങൾ അത്രയും ഹൃദയത്തിൽ തട്ടുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ പറയുന്ന പോലെ എഴുതുന്നതിനേക്കാൾ ആളുകളിലേക്ക് എത്തുക ഷീബ പറയുന്ന പോലെ എഴുതുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് രാമൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടെഴുതിയതാണ്. അപ്പോൾ അത് ഞാൻ പറയുന്ന പോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് അത്ര എളുപ്പമൊന്നുമല്ല, ഇത് പറയലും എളുപ്പമൊന്നുമല്ലല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് ജീവിച്ച കാലം തൊട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ടതും കടന്നുപോയ വേദനകളും ഒക്കെ വീണ്ടും പറയുക എന്ന് പറഞ്ഞാൽ ശരിക്കും പെയിൻഫുൾ തന്നെയാണ്. പല സമയങ്ങളിലും നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ പിന്നെ പറ്റാതെയാവും, നിൽക്കും, അങ്ങനെ വീണ്ടും പിന്നെ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞു കൊടുത്തത്. അത് പക്ഷേ ഒരുവിധം അത് എഴുതിയിട്ടുണ്ട്. ജീവിതത്തിന് എന്തായാലും രാമാനുജൻ അത് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ റിവൈൻഡ് ചെയ്യാണല്ലോ. നമ്മുടെ ലൈഫിലെ പല ഘട്ടങ്ങളും ഇവിടെ വീണ്ടും ഈ പുസ്തകം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം, സംസാരിക്കണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വല്ലാതെ ഇമോഷണൽ ആവും, വല്ലാതെ സന്തോഷം വരും നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ആ ചോദ്യം എത്രമാത്രം പ്രസക്തമാണെന്ന് എനിക്കറിയില്ല. ഏറ്റവും നമ്മൾ ഇമോഷണലി സന്തോഷം നൽകി അല്ലെങ്കിൽ സങ്കടം നൽകി അങ്ങനത്തെ ഒരു റോളർ കോസ്റ്ററിൽ പോയിട്ടുണ്ടാവും. നമുക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ളൊരു മൊമെന്റ് ഈ എഴുതിയ പുസ്തകത്തിൽ ഏത് സന്ദർഭമാണെന്ന് പറയാനായിട്ട് പറ്റുമോ? ഇല്ല, ഇതിൽ രണ്ടും സന്തോഷമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് കടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ കുസൃതിയായിരുന്ന് പഠിക്കാനൊന്നും പുസ്തകം തുറക്കുകയും ചെയ്യാത്ത, കംപ്ലീറ്റ് മരത്തിലും മതിലിലും ഒക്കെ കയറി നടന്നിരുന്നൊരു പെൺകുട്ടി. അതിനെ പറ്റി പറയുമ്പോൾ ഞാൻ വീണ്ടും അതിൽ ജീവിച്ച പോലെ ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുറേ നാളുകളായിട്ടൊക്കെ തന്നെ എനിക്ക് ആ ഓർമ്മകൾ വീണ്ടും റിഫ്രഷ് ചെയ്തെടുത്ത് പലപ്പോഴും ഞാൻ അതൊക്കെ ആലോചിച്ച് ചിരിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് കേരളോർമയിൽ പരീക്ഷ എഴുതാൻ പോയിട്ട് മടിച്ചിട്ടിട്ടോ, എനിക്ക് ബോറടിച്ചിട്ട് ആദ്യത്തെ 2-10 മിനിറ്റ് പോലും പരീക്ഷ എഴുതാണ്ട് മുകളിൽ നിന്ന് താഴേക്കൊരു വര വരച്ച് വെച്ച് ഇറങ്ങി പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രീ ഡിഗ്രി അസലായിട്ട് തോറ്റ കഥ പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് എന്തൊരു ആരായിരിക്കും ഇത്രയും വർഷം മുമ്പേ അങ്ങനെ ഒരു കരുത്ത്, അങ്ങനെ ഒരു പെൺകുട്ടി ആരെങ്കിലും പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഞാനിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഷോർട്ട് സ്കേർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചാണ ഇറക്കമുള്ള പാവാടയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. വളരെ ചെറുതായിരുന്നു ഞാൻ അന്ന് കാലത്ത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ആ കാലം ഓർക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷവും ഇഷ്ടവും ഒക്കെ ഉണ്ട്. ആ കാലം വീണ്ടും ഓർത്തെടുത്തിട്ടുണ്ട്.
പക്ഷെ അതേപോലെ തന്നെ സങ്കടമുള്ള കാര്യങ്ങൾ, ടാറ്റ ആശുപത്രിയിൽ കണ്ട കാഴ്ചകളെ പറ്റി പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചില തുണ്ടായിട്ടൊക്കെ അങ്ങനെ പല സ്ഥലത്തും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊരു ആ ജീവിച്ച ജീവിതം അങ്ങനെ തന്നെ പറയുമ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അത് നീലുവിൻ്റെ പ്രശ്നത്തിനെ കുറിച്ചുള്ളതിനേക്കാൾ ഞാൻ പ്രശ്നത്തിലായത് മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമ്മൾക്ക് പണമുണ്ടല്ലോ, നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സജ്ജരാണല്ലോ, നമുക്ക് മെഡിക്കൽ സയൻസിനും പണത്തിനും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ, ഇതൊന്നുമില്ലാത്ത മനുഷ്യരെ കണ്ട അവസ്ഥകൾ വീണ്ടും ഓർത്തെടുക്കാൻ പോലും ഭയങ്കര പ്രശ്നമായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഓക്കെ, നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഇത്രയൊക്കെ ചെയ്തത് കറക്റ്റ്, ഞാൻ അന്നെടുത്ത തീരുമാനം കൃത്യമായിരുന്നു എന്നുള്ളത് ഒക്കെ വീണ്ടും നമുക്ക് ഉറപ്പ്, നമ്മുടെ ജീവിതം കൃത്യമായിരുന്നു, നമ്മൾ ജീവിച്ച ജീവിതം ഇങ്ങനെ തന്നെ ആയിരുന്നു വേണ്ടിയിരുന്നത് എന്ന് ഉറപ്പിക്കുന്ന പോലെ സംതൃപ്തിയും വേദനയും ഒരുമിച്ച് തന്ന കാര്യങ്ങളാണ്. പിന്നെ നീലു കടന്നു പോകുന്ന ഭാഗങ്ങളും പറയണമല്ലോ, അതൊക്കെ വീണ്ടും അത് കൂടെ കടന്നു പോകലല്ലേ, അതൊക്കെ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അതൊക്കെ എത്രത്തോളം അതിൽ ഒതുക്കിയാണ് ഞാൻ പറഞ്ഞത്, എന്നാലും അത് സങ്കടമുള്ള കാര്യങ്ങളായിരുന്നു. തീർച്ചയായിട്ടും. നമുക്ക് ഈ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലേക്ക് വരികയാണെങ്കിൽ, വിടില്ല ഞാൻ ഈ രശ്മികളെ എന്നുള്ളൊരു ടൈറ്റിൽ, ആ ഒരു ടൈറ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതെന്താണ് അങ്ങനെ ഒരു ടൈറ്റിലേക്ക് എത്താനുള്ള ഉണ്ടായ കാരണങ്ങളൊക്കെ? അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്തിയ ടൈറ്റിലാണ്. അതായത് ഇടശ്ശേരിയുടെ ഒരു കവിതയുടെ ഭാഗമാണ് ഇത്. ഏതിരുൾക്കുഴിമേൽ ഉരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ എന്നാണ്. അത് എൻ്റെ വാപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി എടശ്ശേരിയായിരുന്നു. അപ്പോൾ അമ്പാടിയിലേക്ക് വീണ്ടും എന്നുള്ള കവിതയാണ്. ആ കവിതയിൽ വാപ്പ ഒരിക്കലും മറക്കാത്ത, അതായത് വാപ്പാക്ക് ഓർമ്മ പോയിട്ട് വാപ്പ അങ്ങനെ ടോട്ടലി ബെഡ് റിഡൺ ആയിട്ടും വാപ്പ ഏറ്റവും അവസാനം വരെ ഓർത്ത ഈ വരി പകുതി പറഞ്ഞാൽ ആ വരി വാപ്പ മുഴുവനായി ചൊല്ലുമായിരുന്നു. അത് ഒരു കാരണമാണ്. അപ്പോൾ ഞാൻ അക്കാലത്ത് വാപ്പാനെ കുറിച്ചൊരു കുറിപ്പ് എഴുതിയിരുന്നു. അതിലും ഞാൻ വിടില്ല ഞാൻ ഈ രശ്മികളെ എന്ന് ആണ് ആ കുറിപ്പിന് ഹെഡ്ലൈൻ കൊടുത്തിരുന്നത്. മലയാളം സമകാലീന മലയാളത്തിൽ അന്ന് അച്ചടിച്ച് വന്ന ലേഖനമായിരുന്നു അത്. പിന്നെ നമുക്ക് ആലോചിച്ചാൽ വാപ്പ തന്നുപോയ കുറേ, നമ്മൾക്കൊരു മനുഷ്യൻ എന്നുള്ള സങ്കല്പം എങ്ങനെയായിരിക്കണം, മനുഷ്യൻ എങ്ങനെയായിരിക്കണം, സമൂഹം എങ്ങനെയായിരിക്കണം, ജീവിതം എന്തായിരിക്കണം എന്നൊക്കെയുള്ള വാപ്പ മാത്രമല്ല വാപ്പയുടെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ തന്നെ നമുക്ക് തന്നുപോയ ഒരു രശ്മികളുണ്ടല്ലോ, ഒരു പ്രകാശമുണ്ടല്ലോ. ആ രശ്മികളെ വിടില്ല ഞാൻ. അതുതന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഷീബയിലേക്ക് വന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ടും അർത്ഥവത്താവുന്നത് അതാണെന്ന് ഫൈനൽ തീരുമാനം രാമാനുജൻ തന്നെയാണ് എടുത്തത്. വിടില്ല ഞാൻ ഈ രശ്മികളെ എന്ന് തന്നെ ഈ പുസ്തകത്തിന് പേരാക്കാമെന്ന്. അത് കുറച്ച് കേട്ട് ക്ലീശയായി പോയില്ലേ എന്നൊക്കെ സംശയം തോന്നിയിരുന്നു, ഞാൻ തന്നെ ഉപയോഗിച്ചതല്ലേ എന്നൊക്കെ. അപ്പോൾ വേറെ പേരൊക്കെ സാനിമാഷും ഒക്കെ സജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ രാമാനുജൻ ഉറപ്പിച്ചു പറഞ്ഞു ഇത് തന്നെയാണ് ഷീബയുടെ പുസ്തകത്തിന് പറ്റിയ പേര്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന വരികളാണല്ലോ അല്ലേ? അതെ അതെ. ഇപ്പൊ സാനിമാഷെ കുറിച്ച് പറഞ്ഞു, നല്ലൊരു അടുപ്പമായിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പുസ്തകം എഴുതുന്നതിന് മുൻപേ അദ്ദേഹം ഉള്ള സമയത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹമായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടാവും അല്ലേ? അത് പറഞ്ഞാൽ ഇപ്പോഴും സങ്കടം വരുന്ന കാര്യമാണ്. സാനുമാഷ് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നതാണ് എന്തായി പുസ്തകത്തിൻ്റെ എഴുത്ത് എന്തായിന്ന്. സാനുമാഷ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എഴുതുമായിരുന്നു എന്നാണ്. സാനുമാഷ്ക്ക് അത്ര ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ ജീവചരിത്രം എഴുതാൻ വേണ്ടി. പക്ഷെ സാനുമാഷ്ക്ക് അത്ര പറ്റാതെ ആയി പോയിരുന്നു ആ സമയത്ത്. ഇങ്ങനെ ഒരു ആലോചന നരേന്ദ്രനിൽ നിന്നും രാമാനുജത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും സാനുമാഷ്ക്ക് വെയ്യാണ്ടായിപ്പോയിരുന്നു. സാനുമാഷും മരിക്കുന്നതിൻ്റെ 10 ദിവസം മുമ്പ് വരെ ആക്റ്റീവ് ജീവിതം ജീവിച്ച ആളാണ്. പക്ഷേ ഇങ്ങനെ ഒരു പുസ്തകം മുഴുവൻ എഴുതിയുണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് സാനുമാഷ്ക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാനുമാഷ് എഴുതുമായിരുന്നു. പക്ഷെ സാനുമാഷ്ക്ക് ഇത് പ്രകാശനം ചെയ്യണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ സാനുമാഷ്ക്ക് വീണിട്ട് സാനുമാഷിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ സാനുമാഷ് നല്ല ഓർമ്മയിൽ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം അതാണ്. ലാസ്റ്റ് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാനുമാഷ് ഇങ്ങനെ ആ മയക്കത്തിലേക്ക് പോകുമ്പോൾ എന്നോടാണ് അവസാനം സംസാരിച്ചത്. ആ സമയത്ത് ചോദിച്ചത് ഇതാണ്, പുസ്തകം എന്തായി എന്നുള്ളതാണ്. അത് പക്ഷേ സാനുമാഷ് ഇല്ലാതെ പോയി എന്നുള്ളതൊരു വലിയ സങ്കടമുണ്ട്. അതെ. നമ്മൾ നവംബർ 7-ാം തീയതി പുസ്തക പ്രകാശനം നടക്കുകയാണ്. കേരള സാഹിത്യ അക്കാദമിയിൽ പ്രകാശനം നടക്കുമ്പോൾ ഒരുപാട് അതിഥികളുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും കൂടെ ഒന്ന് പറയൂ. അത് ഇപ്പോൾ സാനുമാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സാനുമാഷ് പ്രകാശനം ചെയ്യേണ്ടതായിരുന്നു പുസ്തകം. സാനുമാഷ് ഇല്ലാതെ പോയല്ലോ. പിന്നെ സാനുമാഷെ പോലെ തന്നെ എൻ്റെ വാപ്പാടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർ എം തോമസ് മാത്യു. അങ്ങനെ നോക്കിയാൽ തോമസ് മാത്യു അങ്കിളാണ് പിന്നെ ഇനി അധ്യക്ഷനാവേണ്ടത്. അപ്പോൾ അധ്യക്ഷനാവുകയാണ്. പിന്നെ വർഷങ്ങളായിട്ട് സോലസിൻ്റെ കൂടെ
അത്രയധികം ശക്തമായി കരുത്തോടു കൂടി എന്നെ പിടിച്ചു നിർത്തി എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാളാണ്. സാനുമാഷെ പോലെ തന്നെ ഉള്ള ആളാണ് ജയകുമാർ സാറ്. എന്തുകൊണ്ടും ജയകുമാർ സാർ തന്നെ ആവട്ടെ പ്രകാശനം എന്ന് ആലോചിച്ചു. പിന്നെ റസൂൽ പൂക്കുട്ടി എനിക്ക് വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോട് കമ്പാഷൻ ഒരു ഉദാഹരണം ആരാണെന്ന് ചോദിച്ചാൽ, ഏതോ ഒരു സമയത്ത് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്, റസൂൽ പൂക്കുട്ടി ഞാൻ അങ്ങനത്തെ ഒരാളോട് ഏതോ ഒരു കേസ്, ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടി ഷീബയെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോട് അത്രയും അടുപ്പമുള്ള ഒരാളാണ് റസൂൽ. അങ്ങനെ റസൂൽ പൂക്കുട്ടി ഉണ്ട്. പിന്നെ സാറ ടീച്ചറും എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഇതിലെ തന്നെ. റിയാസ് കോമു വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. റിയാസും സോലസിന് ഏറ്റവും ആദ്യത്തെ വാഹനം തന്നത് റിയാസ് കോമുമാണ്, നമ്മുടെ ഹോം കെയർ വാഹനം തന്നത്. അങ്ങനെ അവരൊക്കെയാണ്. അപ്പോൾ ഒരു ജനറേഷൻ മാറി, തോമസ് മാത്യു അങ്കിളിൽ നിന്നും സാറ ടീച്ചറിൽ നിന്നും ജയകുമാർ സാറിൽ നിന്നും ഒരു ജനറേഷൻ മാറി റിയാസ് കോമും റസൂൽ പൂക്കുട്ടി ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് ഒരു ജനറേഷനിലും കൂടി വരണമല്ലോ എന്നുള്ളതിൽ ദിനു വെയിലാണ്. അത് എനിക്ക് മകനെ പോലെയുള്ള ഒരു കുട്ടിയാണ്. ഒരു 10-13 വയസ്സ് തൊട്ട് അവൻ എൻ്റെ വിരൽ പിടിച്ച് നടന്നൊരു കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അവനും ഉണ്ടാവട്ടെ, ഒരു 3 ജനറേഷൻ്റെ പ്രതിനിധികളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തീരുമാനിച്ചത്. ഒപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് രാജൻ സാറാണ്, മിനിസ്റ്റർ രാജൻ സാർ അല്ലേ? അതെ. അപ്പം അങ്ങനെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അതായത് മിനിസ്റ്റർ രാജൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അനിയനാണ്. അപ്പോൾ നമ്മൾ ഈ ചടങ്ങ്, പുസ്തക പ്രകാശനം ഇതൊക്കെ ഇങ്ങനെ പോവട്ടെ, ഈ ചടങ്ങ് ആരും ഉദ്ഘാടനം ചെയ്യുന്നതിൽ നമുക്കൊരു സംശയം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ റവന്യൂ മിനിസ്റ്റർ ആയിട്ട് ഇരിക്കെ തന്നെ നമ്മൾ നിരന്തരം സോലസുമായിട്ട് സമ്പർക്കവും പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല രാജനെ എനിക്ക് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ബാക്കി എല്ലാ മനുഷ്യരും നല്ല മനുഷ്യരാണ്, കമ്പാഷനേറ്റാണ്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, രാജൻ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്ത് നോക്കിയായിരുന്നു. ആ കുട്ടി മരിച്ചു പോയിട്ട് ഞാൻ ഓർക്കുകയാണ്, എത്ര പ്രാവശ്യമാണെന്നറിയാം എന്നെ വിളിച്ച് ആ കുട്ടി മരിച്ചു പോയതിനെപ്പറ്റി പറഞ്ഞ് കരഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പോഴൊക്കെ എന്നോട് പറയും, ചേച്ചി എങ്ങനെയാണ് ചേച്ചി ഇത്രയും ഈ വയ്യാത്ത കുട്ടികളുടെ കാര്യങ്ങളെ കാണുന്നത് എന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ചൂരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് അത്രയും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഒരു മന്ത്രിക്ക് അത്ര ഡിസ്റ്റർബ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യങ്ങൾ ചെയ്യുന്നിടത്ത്. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ആളുകളുടെ വേദന കണ്ട് അത്രയ്ക്കും ഡിസ്റ്റർബ്ഡ് ആയിട്ട് പല പ്രാവശ്യം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു സമാധാനത്തിന് വേണ്ടി ഈ ആളുകളുടെ കയ്യും കാലും ഒക്കെ ആയിട്ട് ബോഡി കിട്ടുകയും ഈ കണ്ട ശവസംസ്കാരങ്ങൾ നടത്തേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അത്രയും ഒരു വളരെ മനസ്സലിവുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് രാജൻ തന്നെ ആവണം ഉദ്ഘാടനം എന്ന് ഉറപ്പിച്ചിരുന്നു. അങ്ങനെ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഈ ഒരു പ്രകാശന ചടങ്ങ് നടക്കുന്നത്. പറഞ്ഞതുപോലെ പല ജനറേഷനിലേക്കുള്ള ഒരു കൈമാറ്റം കൂടെയാണ് അല്ലെ, നമ്മുടെ ഈ ഒരു ആശയം എല്ലാവരിലേക്കും എത്തണം, അല്ലെങ്കിൽ എല്ലാ ജനറേഷനിലും ഈ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ സോലസിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിലും എല്ലാ ജനറേഷനിലുള്ള ആളുകളും ആ ഒരു താല്പര്യത്തോടു കൂടെ മാമിനെ സമീപിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ സോലസ് ഇപ്പോൾ ഷീബ നടത്തുന്നു എന്ന് പറയാം. ഉറപ്പായിട്ടും ഞാൻ നടത്തുന്നു. ഈ 18 കൊല്ലമായിട്ട്, 18 കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ. 18 കൊല്ലമായിട്ട് ഇതിനെ മുഴുവൻ കൺസീവ് ചെയ്ത്, അതിനെ ക്രിയേറ്റ് ചെയ്ത്, അതിനെ തുടങ്ങി, അതിനെ ആ ചെറിയയിലേക്കും അത്രയും വലുതിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ആൾ തീർച്ചയായിട്ടും ശിവ തന്നെയാണ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോസിബിൾ ആവുന്നൊരു കാര്യമല്ല ഇത്. എത്രയോ മനുഷ്യർ വളണ്ടിയറിങ്ങിന് നമ്മളുടെ കൂടെ വന്നിട്ടാണ് ഈ വയ്യാത്ത കുട്ടികളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നത്, അവരിലേക്ക് പരിഹാരം പറയുന്നതൊക്കെ ഈ സുഖമില്ലാത്ത കുട്ടികളുടെ അവരെ കേൾക്കുന്നതൊക്കെ വളണ്ടിയേഴ്സാണ്. അവർ നിരുപാധികമായി വരുന്നതാണ്. അവർക്കൊന്നും, ഞാൻ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ അവാർഡെങ്കിലും കിട്ടും, നിങ്ങൾക്ക് അതും കിട്ടില്ല, പക്ഷെ അവർ അതിനു വേണ്ടി വരുന്നവരാണ്. എത്ര മനുഷ്യർ നമ്മൾക്ക് സഹായമായിട്ട്, നമുക്ക് പണമായിട്ട് നമുക്ക് തരുന്നത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അമേരിക്കയിലും UK-യിലും ഒക്കെ ഉള്ള മനുഷ്യർ ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിങ്ങും ഒക്കെ നടത്തിയിട്ടാണ്, അവിടെ ഈവൻറ്റുകൾ നടത്തിയിട്ടാണ് കുറേ പണം നമുക്ക് അയക്കുന്നത്. ഈ കുട്ടികളുടെ അമ്മമാരോട് ഞങ്ങളുടെ സീനിയർ വളണ്ടിയേഴ്സ് വർത്തമാനം പറയുമ്പോൾ ഒരുപാട് യുവതലമുറയിലുള്ള യുവാക്കൾ
യുവതലമുറ നമ്മളുടെ കൂടെ വന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നിമിഷങ്ങൾ കൊടുക്കാൻ വേണ്ടി ഈ സുഖമില്ലാത്ത കുട്ടികളെ യാത്ര കൊണ്ടുപോവുകയും അവർക്ക് വേണ്ടി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി അവർ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും സ്നേഹസംഗമങ്ങൾ നടത്തുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, നമ്മൾ പറയുമല്ലോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വാട്സപ്പിലും അതിലും ഇതിലൊക്കെ കുടുങ്ങിപ്പോയവരാണെന്ന് പറയുന്നിടത്ത് അതല്ലാത്ത കുട്ടികളെ കാണണമെങ്കിൽ സോലസിലേക്ക് വരുമെന്ന് ഞാൻ പറയും. മാത്രമല്ല അവർ നടത്തുന്ന ഈ പരിപാടികൾക്കൊക്കെ തന്നെ അവരായിട്ട് പണം സ്വരൂപിക്കുന്നത് അത് എന്തൊക്കെ മാർഗത്തിലൂടെ അവർ പോസ്റ്റ് ഉണ്ടാക്കി വാട്സപ്പിൽ അയച്ചിട്ട് അവർ പണം കണ്ടെത്തിയിട്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേനും ഇവർക്ക് സ്കൂൾ ബാഗും എല്ലാം കൊടുക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് തൃശ്ശൂർ പൂരത്തിനൊക്കെ നിങ്ങൾ കണ്ടാലറിയാം ഒരുപാട് കുട്ടികൾ സോലസിൻ്റെ കുട്ടികൾ പൂരത്തിൻ്റെ പറമ്പിലുണ്ടാവും ഈ പണം ഡൊണേഷൻ ബോക്സും പിടിച്ചുകൊണ്ട്. അത് പല സ്ഥലങ്ങളിലും വയനാട് ടൂറിസ്റ്റ് മേഖലയിലൊക്കെ വയനാടുള്ള കുട്ടികൾ ഈ ബോക്സും പിടിച്ചുകൊണ്ട് ടൂറിസ്റ്റുകളോട് സോലസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് നടക്കുന്നത് കാണാം. ഒപ്പം തന്നെ സ്ക്രാപ്പ് കളക്ട് ചെയ്തിട്ട്, അതായത് ഈ സ്ക്രാപ്പ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവർ പേരിട്ടിട്ട് ഈ യൂത്ത് കുട്ടികൾ എല്ലാ ബിൽഡിങ്ങുകളിലും ഒക്കെ പോയിട്ട് സ്ക്രാപ്പ് കളക്ട് ചെയ്ത് വിറ്റിട്ട് ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല തലമുറയിലുള്ള ആളുകളും നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സോലസിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെ നന്മയുടെ ഒപ്പം നിൽക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് സോലസ് അല്ലേ. നമ്മളതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ വളരെ കുറുമ്പ് കാണിച്ച് അല്ലെങ്കിൽ കുസൃതി കാട്ടി നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പഠനത്തിനേക്കാളേറെ മറ്റു കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു കുറുമ്പത്തി കുട്ടി. ആ കുട്ടി വളർന്നു വലുതായി ഇത്രയും ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടി ആയി മാറും എന്നുള്ള കാര്യം ഏതൊരു നിമിഷമാണ് ഷീബ അമീർ എന്ന് പറയുന്ന പെൺകുട്ടി തിരിച്ചറിഞ്ഞത്? അല്ലെങ്കിൽ ഇത്രയും ഉത്തരവാദിത്തമൊക്കെ എടുക്കാൻ പറ്റുന്ന അന്ന് അറിയായിരുന്നോ നമ്മുടെ ജീവിതം എങ്ങോട്ടാണെന്നുള്ളതൊരു? ഒട്ടുമില്ല അശ്വതി. ഞാൻ ഇങ്ങനത്തെ ഒരു ഷീബയെ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഒരിക്കലും എന്നെ അറിയുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞത് ഞാൻ ഓർക്കും. ഷീബ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഷീബ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലചുറ്റി വീണു എന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്നെ കേരളമേൽ പഠിപ്പിച്ചിരുന്ന ഒരു സാറ് കേരളമേൽ പ്രിൻസിപ്പളായിരുന്നു. പിന്നെ അദ്ദേഹം എന്നെ നേരിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എനിക്കൊരു അത്ര അടുപ്പുണ്ടായിരുന്ന സാറാണ്. നീ ബുക്ക് എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്ലാസ് പഠിക്കുന്ന ഞങ്ങളിപ്പോഴും വീണ്ടും നമ്മൾ എന്നുകൊണ്ട് ഞങ്ങളുടെ പണ്ട് പ്രീ ഡിഗ്രി പഠിച്ച ഗ്രൂപ്പിൻ്റെ ഒരു ഇതുണ്ട്. അവർക്കൊക്കെ അത്ഭുതം തന്നെയാണ് ആ ഷീബയാണോ ഇന്നത്തെ ഷീബ എന്നുള്ളത്. അപ്പോൾ അവരെക്കാളൊക്കെ അത്ഭുതമാണ് എനിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ഒരു പയറ് വിത്ത് കുഴിച്ചിട്ട് അത് മാനം മുട്ടേ വളർന്ന് അതിൻ്റെ മുന്നിൽ അതിശയത്തോടു കൂടി നിൽക്കുന്നൊരു കഥ നമ്മൾ പണ്ട് വായിച്ചിട്ടുണ്ടല്ലോ ഒരു കുട്ടിയുടെ. അതേപോലെയാണ് ഞാൻ എപ്പോഴും ഉള്ളത്. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ അന്നും ഇന്നും ഒരുപോലെയായിരുന്നു. അത് മാത്രമായിരിക്കണം ഒരുപക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതായത് മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഒപ്പം നിൽക്കുക എന്നുള്ളത് പണ്ട് തൊട്ടേ എൻ്റെ ഉള്ളിലുള്ള ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരാളുടെ പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ അതിലേക്ക് ചാടി വീഴുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ്. അതിന് ആ പ്രസൻസ് ഓഫ് മൈൻഡ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ആളുകളെ ചേർത്ത് നിർത്തുന്ന എല്ലാവരുടെ ഇടയിലും ഞാനിങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന പോലെ ആളുകൾ എന്നോടൊപ്പം ഉണ്ടാവുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതെല്ലാം കൂടി കലർന്നതായിരിക്കും. വളരെ ആർദ്രമായ മനസ്സായിരുന്നു അന്നും ഇന്നും എനിക്ക്. ഇപ്പോഴും എനിക്ക് കുട്ടികളുടെ കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണ് നിറയും. അപ്പോൾ വാപ്പ പണ്ട് പറയാറുണ്ട്, ആർദ്രതയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ ആർദ്രമായ മനസ്സ് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു ശക്തയായ സ്ത്രീയിലേക്ക് ഷീബയെ നയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആർദ്രമായി ചിന്തിക്കുന്ന, അങ്ങനെ മനസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇപ്പോൾ നേരത്തെ രാജൻ സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലാത്തിനോടും ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണോ മാമും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഇതുപോലുള്ള കാഴ്ചകളും സന്ദർഭങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വരുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു കരുത്ത് മനസ്സിന് ലഭിച്ചത്, അത് പണ്ട് മുതലേ ആ ഒരു കരുത്തുണ്ടായിരുന്നു? അശ്വതി, നമ്മൾ ആളുകൾ പറയുമല്ലോ ഈ സങ്കടം വരുന്നവർ. ഇപ്പോൾ ഞാൻ റവന്യൂ മിനിസ്റ്ററായിട്ടുള്ള രാജനെ, എൻ്റെ അനിയൻ രാജനെ ഞാൻ കാണുന്നത്
ഇപ്പം ഞാനിത് ഉദാഹരണം പറഞ്ഞത് എന്നെ ഉദാഹരിക്കും പോലെ തന്നെയാണ്. നമ്മളുടെ ഒരു മനുഷ്യരുടെ സങ്കടങ്ങളെ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരാൾക്ക് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഇത് നിസ്സംഗമായി നോക്കി നിൽക്കുന്ന ഒരാൾക്ക് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് രണ്ടും ഒന്നാണ്. അതായത് നമുക്കൊരു വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ ആ വേദനനെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമല്ലേ. അതേപോലെ തന്നെയാണ് മറ്റൊരാളുടെ വേദന നമുക്ക് നമ്മുടെ വേദനയായിട്ട് ഫീൽ ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ പരിഹാരം കാണാൻ ശ്രമിക്കും. അതുതന്നെയാണ് ശക്തിയാവുന്നത്. അപ്പോൾ ഇമോഷണൽ ആവുക എന്നുള്ളത് അതൊരു വീക്ക്നെസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആളുകളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും കാണുമ്പോൾ ഇമോഷണൽ ആവുകയും അതിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ശക്തിയാണ്. അങ്ങനെ ആവണം ഒരു മനുഷ്യൻ എന്നാണ്. അതിനോട് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിസ്സംഗമായിട്ട് നിൽക്കലല്ല. പിന്നെ നമ്മൾ ഷാറ്റേഡ് ആവരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എഫക്റ്റഡ് ആവാം, പക്ഷേ നമ്മൾ ഷാറ്റേഡ് ആവരുത്. നമ്മളിപ്പോൾ ഇന്നൊരു കുട്ടിയെ RCCന്ന് മടക്കിയിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് കൊണ്ടുവരികയാണ്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ ആ കുട്ടിയെ കാണാൻ പോകും. ഉറപ്പായിട്ടും നമുക്കത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. 16 വയസ്സുള്ള കുട്ടിയാണ്. വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആ കുട്ടി എന്തായാലും കടന്നു പോവുകയാണ്. ആ കുട്ടി വേദനിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ കടന്നു പോകണം. അതിലേക്കുള്ള വഴിയൊരുക്കാൻ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ ചെയ്ത കുഞ്ഞിനെ നമ്മൾ സമാധാനത്തോടു കൂടി പറഞ്ഞയക്കുക എന്നുള്ളത് ആണ് അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ ഇതുവരെ ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളതിൽ പോയി പെടില്ലല്ലോ. നമ്മളതിനു വേണ്ടി ഒന്നും ചെയ്യില്ല. ഓക്കെ, ഇനിയിപ്പോൾ രക്ഷിക്കാൻ പറ്റില്ല, ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുകയല്ലോ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ കാണുമ്പോൾ ഇമോഷൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അത് അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ളവരുടെ വേദനയിൽ വേദനിക്കുന്നവർക്ക് മാത്രമേ അവരുടെ വേദനയെ മാറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു പുസ്തകത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ ഈ ഒരു പുസ്തക രൂപത്തിൽ വരികയാണ്. അപ്പോൾ വായനക്കാരിലേക്ക് ഇത് പോകുമ്പോൾ അവർ ഈ പുസ്തകം വായിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ശിവചേച്ചി അങ്ങനെ തന്നെ പറയണം. ചേച്ചി, അപ്പൊ എന്താണ് ഈ ഒരു കാരണം, അല്ലെങ്കിൽ എല്ലാവരും അത് വായിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്താണ് പറയാനായിട്ടുള്ളത്? അപ്പോഴും എനിക്ക് ധൈര്യമില്ല എല്ലാവരും അത് വായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. എല്ലാവരും അത് വായിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ അത് വായിക്കുകയാണെങ്കിൽ, അവർക്കൊരിക്കലും ഇന്നത്തെ ഒരു പെൺകുട്ടി ഇത് വായിക്കുകയാണെങ്കിൽ ഇത് കൂടെയൊക്കെ ഞാൻ കടന്നു വന്നോ, എന്തൊക്കെ ഒബ്സ്ട്രക്കിൾസ് ഉണ്ടായിരുന്നു, എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്തൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഞാൻ ഇതിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏറ്റവും ഒതുക്കി പറഞ്ഞ ഭാഗങ്ങൾ അതാണ്. അനുഭവിച്ചത് മുഴുവൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുമ്പോൾ പോലും എൻ്റെ കണ്ണ് നിറയും. അത്രയധികം അനുഭവിച്ചിട്ടാണ് ഞാൻ ഒരു കാരണവശാലും ഞാൻ ഈ എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയത്. ഒരു വിധപ്പെട്ട ഒരു 99% സ്ത്രീക്കും പറ്റില്ല അത്. കാരണം അത്രയധികം തടസ്സങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവൾ തളർന്നു വീണിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെ തളരാതെ, ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിക്കാതെ ഞാൻ പിടിച്ചു നിന്ന് മുന്നോട്ട് പോയൊരു കഥയുണ്ട് അതിൽ. അപ്പോൾ അത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് അത് മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയില്ല. ഇത്രയൊക്കെ ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലായ്കയുണ്ടോ, പറ്റായ്കയുണ്ടോ, തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് ഇന്നത്തെ ഒരു പെൺകുട്ടിക്ക് ചിലപ്പോൾ ആലോചിക്കാൻ പറ്റില്ലായിരിക്കും. അതൊരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. പറയുമ്പോൾ ഇത്ര വലിയ കാലം പിന്നോട്ടൊന്നും അല്ലല്ലോ. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വളരെ വലിയൊരു ക്യാൻവാസ് ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയൊരു ലോകം ഉണ്ടായിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും അനീതി നേരിടുമ്പോൾ അവൾക്ക് നിയമപരമായിട്ടും എല്ലാ തരത്തിലും സാമൂഹികമായിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരു തൊട്ട് പിന്നിൽ നോക്കിയാൽ ഇതില്ല. പറയുമ്പോൾ വലിയ കാലമൊന്നുമല്ല. അന്ന് നമ്മൾ പരിഷ്കാരികളാണ്, സംസ്കാര സമ്പന്നരാണ്. പക്ഷേ സ്ത്രീകളുടെ അവസ്ഥ കുറച്ച് മുന്നിൽ പോയാൽ പോലും വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പക്ഷെ അങ്ങനെ ആയിരുന്നു. അതിലേക്ക് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും എന്നുള്ളത് പറയുന്നൊരു പുസ്തകമാണ്. ഒരു സ്ത്രീക്ക്, ഒന്നുമല്ലാത്തൊരു സ്ത്രീക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഒരു തരത്തിലും ജോലിയെടുക്കുകയോ അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ഒന്നുമില്ലാത്തൊരു സ്ത്രീക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും, ഇത്രയൊക്കെ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റാൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നൊരു പുസ്തകമാണ്. അത് വായിക്കുന്നത് ഉറപ്പായിട്ടും നല്ലതായിരിക്കും തന്നെയാണ്. മനുഷ്യന് അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സാധ്യതകളെ വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ വിടാതെ, ആ രശ്മികളെ വിടാതെ പിടിക്കാൻ
പ്രചോദനമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ചേച്ചിയുടെ ജീവിതം തന്നെ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ ഒരു പുസ്തകം എന്നുള്ള രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ജീവിതം വലിയൊരു ഇൻസ്പിറേഷനാണ്. നമുക്ക് സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ആ ഒരു മാറ്റം ഓരോ കാലഘട്ടം കഴിയും തോറും സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പൊ നോക്കിയാലും എനിക്ക് തോന്നുന്നു കുറച്ചു പേരെങ്കിലും മുൻപത്തെ വെച്ച് നോക്കുമ്പോൾ ആ നമ്പർ കുറവായിരിക്കും പല കാര്യങ്ങളും എന്ത് ചെയ്യും, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇതാണ് ജീവിതം, ഇതിനപ്പുറം മറികടക്കാൻ പറ്റില്ല എന്നൊക്കെ കരുതുന്ന ആളുകൾ ധാരാളം ഉണ്ട്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. നമ്മളിപ്പോൾ സ്ത്രീകളെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയല്ല, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അത് തരണം ചെയ്യാനായിട്ട് പറ്റും. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ചേച്ചിയുടെ ജീവിതം. അത് വായിക്കുന്ന രൂപത്തിൽ നമ്മളത് ആ ഒരു പുസ്തക രൂപത്തിൽ എഴുതുകയാണ്. വിടില്ല ഞാൻ ഈ രശ്മികളെ എന്നുള്ള പേരിലൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയാണെന്ന് മാത്രം. ഈ ജീവിതം നമുക്ക് വായിക്കാനായിട്ടുള്ള ഒരു പുസ്തക രൂപത്തിൽ നൽകുകയാണ്. ഈ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നത് 7-ാം തീയതിയാണ്. അപ്പൊ നമുക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? അതെ അതെ, സാഹിത്യ അക്കാദമിയിലേക്ക്. തീർച്ചയായിട്ടും സാഹിത്യ അക്കാദമിയിലേക്ക് വരൂ. ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും കൂടി നമുക്ക് അറിയാലോ. അവരും വായിച്ചിട്ടായിരിക്കും പുസ്തകത്തിനെ പറ്റി പറയാൻ വരിക. അതിനാണ് ഞാനും കൗതുകത്തോടു കൂടി കാത്തു നിൽക്കുന്നത്. ഈ പുസ്തകം വായിച്ച് ഇവർക്കൊക്കെ എന്നെ പേഴ്സണലി അറിയുന്നതാണെങ്കിലും കുറേ കാര്യങ്ങൾ അറിയാത്തതുണ്ടാവും. അതിനെ ഒന്നുമില്ലെങ്കിൽ ഈ പണ്ട് റസൂൽ പൂക്കുട്ടി എന്നെ വിളിച്ചത് ഓർമ്മയുണ്ട്. എനിക്ക് വിഡ്ഢിക്കൂഷ്മാണ്ഡം പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ നോക്കുമ്പോൾ അത് എൻ്റെ വാപ്പ എന്നെ വിളിക്കാറുള്ളതാണ്. അത് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഡ്ഢിക്കൂഷ്മാണ്ഡമായിട്ടുള്ള ഒരു പാവം പൊട്ടത്തി പെൺകുട്ടിയിൽ നിന്നും ഒരു ഗ്രോത്തിനെ പറ്റി ഇവരൊക്കെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് നമുക്ക് കേൾക്കാം, പറയുന്നു എന്ന് നമുക്ക് കേൾക്കാം. എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഞാനും ക്ഷണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും 7-ാം തീയതി വെള്ളിയാഴ്ച സാഹിത്യ അക്കാദമിയിൽ വൈകിട്ട് 4:30 എത്തണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതും അതിനെക്കുറിച്ച് വായിച്ച ആളുകൾക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് ലൈവായിട്ട് അറിയാനായിട്ട് പറ്റും. ശേഷം പുസ്തകം വായിച്ച് നമ്മുടെ അനുഭവങ്ങൾ, ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ എല്ലാവർക്കും അതിനോട് ടച്ച് ചെയ്യുന്ന കുറെ അനുഭവങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതൊക്കെ വായിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം ചേച്ചിയായിട്ട് ഷെയർ ചെയ്യുക. അത് തന്നെയല്ലേ നമുക്കൊരു സന്തോഷമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ അതിന്റെ ആ ഒരു തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം നമ്മൾക്കായിട്ട് മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷം. വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നേരിട്ട് കേട്ടറിയുന്നതിലും ഒരുപാട് സന്തോഷം. ഹലോ റേഡിയോ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും പുസ്തകം എല്ലാവരിലേക്കും എത്തട്ടെ, എല്ലാവരും വായിച്ച് എല്ലാവർക്കും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നുള്ള ആശംസകൾ കൂടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.